ഇടതുപക്ഷത്തിന്റെ മലബാറിലെ കരുത്തുറ്റ ചെങ്കോട്ടകളിലൊന്നായ പേരാമ്പ്ര ദേശീയ പ്രസ്ഥാനത്തിന്റെയും കർഷക ഭൂസമരങ്ങളുടെയും ചരിത്രമുറങ്ങുന്ന മണ്ണ്. ഇത്തവണ പേരാമ്പ്രയിലെ ജനങ്ങൾ വിധിയെഴുതുക യുവത്വത്തിന്റെ ഊർജം കൈമുതലാക്കിയ ഫാത്തിമ തഹ്ലിയയ്ക്കും രാഷ്ട്രീയം അനുഭവ സമ്പത്താക്കി 4ാം അംഗത്തിനിറങ്ങുന്ന TP രാമകൃഷ്ണനും വേണ്ടിയാണ്. പേരാമ്പ്ര, കൂത്താളി, ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, നൊച്ചാട്, ചെറുവണ്ണൂർ, മേപ്പയ്യൂർ, കീഴരിയൂർ, അരിക്കുളം, തുറയൂർ എന്നിങ്ങനെ 10 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് മണ്ഡലം. 1970-ൽ KG അടിയോടിയും 77-ൽ KC ജോസഫുമാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF MLA മാർ. ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF-നെ ജയിപ്പിച്ച ചരിത്രമാണ് പേരാമ്പ്രയ്ക്കുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് ജനകീയ മുഖമായി മാറിയ ഫാത്തിമ തഹ്ലിയ LDF-ന്റെ കോട്ട തകർത്ത് പേരാമ്പ്ര തങ്ങളുടെ കൈകളിലെത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തവൾ. ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ വലിയ ചലനമാണ് മണ്ഡലത്തിൽ പ്രകടമാകുന്നത്. സ്ത്രീ വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലുമുള്ള തഹ്ലിയയുടെ സ്വാധീനം വോട്ടായി മാറുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ലീഗ് നേതൃത്വത്തിനെതിരെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയതുൾപ്പെടെ ഫാത്തിമ തഹ്ലിയയുടെ ഇടപെടലുകൾ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. 1996-ൽ ഖമറുന്നീസ അൻവർ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പിന്നീട് 25 വർഷങ്ങൾക്ക് ശേഷം 2021-ൽ നൂർബിന റഷീദ് ലീഗ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടി. എന്നാൽ ഇരുവരും സഭയിലെത്താതെ മടങ്ങി. ഇത്തവണ രണ്ടും കൽപ്പിച്ച് മത്സരത്തിനിറങ്ങുമ്പോൾ ഫാത്തിമ തഹ്ലിയയ്ക്ക് വിജയിക്കാനായാൽ ലീഗിനെ സംബന്ധിച്ച് അത് ചരിത്രമാകും. പേരാമ്പ്രയിലെ ജനങ്ങൾ 3 തവണ ജയിപ്പിച്ച് സഭയിലെത്തിച്ച TP രാമകൃഷ്ണൻ വീണ്ടും കോട്ട കാക്കാൻ LDF-ന് മറ്റൊരു ഓപ്ഷൻ ആലോചിക്കേണ്ടി വന്നില്ല. ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയതും രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഗുണം ചെയ്തു. നഗരത്തിന്റെ ഗതാഗതക്കുരുക്കഴിച്ച പേരാമ്പ്ര ബൈപ്പാസ് മുതൽ മേപ്പയ്യൂരിലെ സിന്തറ്റിക് ട്രാക്ക് വരെ ഒട്ടേറെ പദ്ധതികൾ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നത് പ്രധാന വികസന നേട്ടങ്ങളാണ്. ഇവ ഉയർത്തിക്കാട്ടിയാണ് രാമകൃഷ്ണൻ ഇത്തവണ ജനവിധി തേടുന്നത്. അരനൂറ്റാണ്ടിലേറെയായി പേരാമ്പ്രയിലെ ജനങ്ങൾക്കൊപ്പം തുടരുന്ന രാമകൃഷ്ണനെ പേരാമ്പ്രക്കാർ ഇത്തവണയും സഭയിലെത്തിക്കുമോ എന്ന് കാണാം. NDAക്ക് വേണ്ടി M മോഹനൻ മാസ്റ്ററാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ NDA നേടിയ വോട്ട് വിഹിതത്തിൽ വലിയ വർധന ഉണ്ടാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് വിനയാകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണെങ്കിലും ഫാത്തിമ തഹ്ലിയയുടെ വരവ് പേരാമ്പ്രയിലെ ജനങ്ങൾക്കിടയിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടറിയണം. കോട്ടയിൽ ഇളക്കം തട്ടുമോ എന്നും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ എന്നും ഏപ്രിൽ 9-ന് പേരാമ്പ്രയിലെ വോട്ടർമാർ വിധിയെഴുതും.